പൂരിയും ചായയും മുട്ടയും കഴിച്ചിട്ട് 10 രൂപ തന്നാലും വാങ്ങിച്ചിടും. ഇതൊന്നും പോകാൻ പാടില്ല. ഇതൊന്നും കൂട്ടി ഒന്നും ഉണ്ടാക്കാൻ നോക്കൂല. ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിൽ ആൾ തുടങ്ങുകയും വേണ്ട. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ പുറകെ കാണുന്ന പള്ളി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാക്കി ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഭീമാപള്ളിയിലാണ്, തിരുവനന്തപുരത്താണ്. നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഒരു കബീർക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈ 2024 2 രൂപയ്ക്ക് പൂരി കൊടുക്കുന്ന കബീർക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. കബീർക്ക പറയുന്നത് തൻ്റെ കടയിൽ വരുന്ന ആരും പൈസ ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ പോകരുതെന്നാണ്. ഇനി പൈസ ഇല്ലെങ്കിലും കബീർക്ക ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കും. 10 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 പൂരി കറിയും കഴിച്ച് ലാവിഷായിട്ട് അവിടുന്ന് പോകാം. അപ്പോൾ നമുക്ക് കബീർക്കയുടെ കടയിലോട്ട് പോകാം. ഇതാണ് കബീർക്കയുടെ കട. കട തുറന്നപ്പോൾ തന്നെ കഴിക്കാനായിട്ട് ആൾക്കാരും വന്ന് തുടങ്ങിയിട്ട്. ഇത് അനസും അനസിൻ്റെ സുഹൃത്തുമാണ്. ഇവരൊക്കെ ഇവിടുന്ന് സ്ഥിരം കഴിക്കുന്നവരാണ് കേട്ടോ. അതിനുള്ള പ്രധാന കാരണം നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് പോകാമെന്നുള്ളതാണ്. എങ്കിലും എൻ്റെ സംശയം ഈ 2 മണിക്ക് കട തുറക്കുന്നത് എന്തിനാണെന്നുള്ളതായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇവിടെ അടുത്താണ് ചെറിയ തുറയും വലിയ തുറയും ഒക്കെ വരുന്നത്. അപ്പോൾ കടലിൽ മീൻ പിടിക്കാനും മറ്റും പോയവരൊക്കെ വന്നു തുടങ്ങുന്ന സമയമാണിത്. ഇതുപോലെ പൂരി പൊരിച്ച് ഒരു പാത്രത്തിലിക്ക നമ്മുടെ ഫ്രണ്ടിലോട്ട് വെക്കും. 10 രൂപയ്ക്ക് 5 പൂരി എന്നൊക്കെ കണക്ക് പറയുന്നുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് 7 പൂരി കഴിച്ചാലും 10 പൂരി കഴിച്ചാലും നമ്മൾ കൊടുക്കുന്ന പൈസ ഇക്ക മേടിക്കും. ഒരു പൂരി 2 രൂപ, 10 രൂപയ്ക്ക് 5 പൂരി, 5 രൂപ 10 രൂപയ്ക്ക് 5 പൂരി. സാമ്പാർ, അതെ, സാമ്പാർ കറി സാമ്പാറാണ്. പിന്നെ 10 രൂപ കൊണ്ടുവന്നിട്ട് 6 പൂരി കഴിക്കുന്നവരും ഉണ്ട്, 4 പൂരി കഴിക്കുന്നവരുണ്ട്. ആ 10 തന്നെ വാങ്ങിക്കോളൂ. ഒരു ചായയും 2 പൂരിയോ 3 പൂരിയോ കഴിച്ചിട്ട് 10 രൂപ എന്നാലും വാങ്ങിച്ചിടും. ഒരു ചായ കുടിച്ചിട്ട് 10 രൂപ എന്നാലും വാങ്ങിച്ചിടും. മനസ്സിലാവുന്ന? അപ്പം ഈ തുടങ്ങാൻ കാരണം 10 രൂപ കൊണ്ടുവന്ന് ഭക്ഷണം കിട്ടുമോ എന്ന് ആലോചിക്കാൻ പാടില്ല. ഒരു ഷർട്ട് വാങ്ങിച്ച് പോസ്റ്റ് കളയാൻ വേണ്ടി 10 രൂപ വേണം. അത് ഉള്ളവർക്കാണ്, ഇല്ലാത്തവർക്കില്ല. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം, ഉള്ളവരുടെ ഒന്നുമില്ല. 20 രൂപ ഉണ്ടെങ്കിൽ 10 പൂരി കഴിക്കാം. തുടങ്ങിയിട്ട് 13 വർഷമായി. 13 വർഷത്തിന് മുമ്പേ വില കുറവായിരുന്ന സാധനം നിങ്ങൾക്ക് ഇപ്പോൾ 13 വർഷത്തിന് ശേഷം ഈ വിലയ്ക്ക് തന്നെ കൊടുക്കുന്നു. ഈ സാധനത്തിനൊക്കെ വില കൂടിയിട്ടും വില മാറ്റിയിട്ടില്ല. സാധനങ്ങൾക്ക് വില കൂടി, വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് വില കൂടി. ഇതിന് ഞാൻ വില മാറ്റിയിട്ടില്ല. അപ്പോൾ ഉണ്ടായിരുന്നു, അപ്പോൾ 2 രൂപ തന്നെ ഉണ്ടായിരുന്നു. അത് കൊടുക്കാൻ ഇത് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നിർത്തി. അതുപോലെ അത് കൂടുതൽ പോകുന്നില്ല. 5 രൂപ പോകണ്ടേ, പോയാലും ഒരാളെ പിടിച്ച് ശമ്പളം കൊടുത്ത് നിർത്താൻ പറ്റുള്ളൂ. പിന്നെ ആംപ്ലേറ്റ് 10 രൂപ, 10 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. മുട്ടയ്ക്ക് വില കൂടിയതുകൊണ്ട് അത് 15 രൂപ ആക്കി. ചിലപ്പോൾ പൂരിയും ചായയും മുട്ടയും കഴിച്ചിട്ട് 10 രൂപ തന്നാലും വാങ്ങിച്ചിടും. ഇതൊന്നും കൂട്ടി ഒന്നും ഉണ്ടാക്കാൻ നോക്കൂല. ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിൽ ആൾ തുടങ്ങുകയും വേണ്ട. കബീർക്ക വീണ്ടും തിരക്കിലേക്ക് പോയി. ഇനി 11 മണിക്ക് കട അടയ്ക്കുന്നോടം വരെ ഈ തിരക്ക് തുടരും. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.